ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം ആണ്. നമ്മളൊരു സി പ്രോഗ്രാം എഴുതാൻ ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഒരു സി പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെങ്ങനെയൊക്കെ എഴുതാം, അതിനെക്കുറിച്ചുള്ള കുറച്ച് പാർട്ട് പഠിച്ചതിന് ശേഷം ഒരു 4-5 സി പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബോർഡിലൊരു സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്നാണ്. ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് എന്നുള്ളത് കമ്പൽസറി ആയിട്ട് എഴുതേണ്ട ഒരു സിമ്പലാണ്. ഹാഷിന് ശേഷം ഇൻക്ലൂഡ് എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതുക. അതിനുശേഷം ആംഗുലാർ ബ്രാക്കറ്റ് ഉള്ളത്, ഇതിന് ആംഗുലാർ ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. ആംഗുലാർ ബ്രാക്കറ്റ് ക്ലോസിങ്ങും ആംഗുലാർ ബ്രാക്കറ്റ് എൻഡിങ്ങും. അപ്പോൾ ആംഗുലാർ ബ്രാക്കറ്റിനുള്ളിൽ ഹെഡർ ഫയൽ ഡോട്ട് എച്ച് എന്ന് എഴുതുക. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് എല്ലാ പ്രോഗ്രാമിലും എഴുതിയിരിക്കണം. എന്താണ് അതിന്റെ യൂസ് എന്നുള്ളത് പറഞ്ഞു തരാം. ഈ ഒരു ഫസ്റ്റ് ലൈനിനെ പറയുന്ന പേര് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നാണ്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നാണ് ഈ ഫസ്റ്റ് ലൈനിനെ പറയുന്നത്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളത് ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഈ ഹാഷ് ഇൻക്ലൂഡിനുള്ളിൽ എഴുതുന്ന ഹെഡർ ഫയൽ ഏതായാലും ആ ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി നമ്മളൊരു ലൈബ്രറിയിൽ പോയിട്ട് ഒരു ബുക്ക് എടുക്കുകയാണെന്ന് വെക്കാം. ഇപ്പോൾ റോബോട്ടിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചോ സി പ്രോഗ്രാമിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ബുക്ക്, നമ്മളൊരു ടെക്സ്റ്റോ ബുക്കോ എന്തെങ്കിലും നമ്മൾ എടുത്തു. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് എടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആവശ്യപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടുമല്ലോ. അതിനാണ് നമ്മൾ ബുക്സ് റെഫർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സി ലാംഗ്വേജിലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നിറയെ ഫയലുകളുണ്ട്. അപ്പൊ ഈ ഫയൽസിലെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ നമ്മൾ സി പ്രോഗ്രാമിങ്ങിന്റെ ഹെഡർ ഫയൽ സെക്ഷനിൽ ആ ഫയൽസ് മെൻഷൻ ചെയ്യുന്നതിലൂടെ ആ ഫയലിൽ എന്തൊക്കെ ഡേറ്റയാണോ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡേറ്റയെല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തിനായിരിക്കും ഫയൽസിൽ ഈ ഡേറ്റാസ് ഒക്കെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് വീഡിയോയില് പ്രിന്റ് എഫ് സ്കാൻ എഫ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് കണ്ടായിരുന്നു. പ്രിന്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും റീഡ് ചെയ്യാനും വേണ്ടിയുള്ള 2 ഫംഗ്ഷൻസ് ആണ് പ്രിന്റ് എഫും സ്കാൻ എഫും. അപ്പൊ ഈ 2 ഫംഗ്ഷന് പെർട്ടിക്കുലർ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടീസ്. ഈ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രിന്റ് എഫ് സ്കാൻ എഫ് എന്നീ ഫംഗ്ഷൻസിന് പ്രിന്റ് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്യുക എന്നുള്ള ഈ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹെഡർ ഫയൽസിനുള്ളിലായിരിക്കും. ഈ ഹെഡർ ഫയൽസിനുള്ളിലാണ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാനുള്ളതാണ്, സ്കാൻ എഫ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രോഗ്രാമില് പ്രിന്റ് എഫ് സ്കാൻ എഫ് എന്നുള്ള 2 ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ അപ്പൊ എന്ത് വേണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്രിന്റ് എഫിനെയും സ്കാൻ എഫിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹെഡർ ഫയൽ ഏതാണോ ആ ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിരിക്കണം. അത് ഈ ഹെഡർ ഫയൽ ഈ സെക്ഷനിലാണ് എഴുതാൻ. അപ്പൊ പ്രിന്റ് എഫിനും സ്കാൻ എഫിനും യൂസ് ചെയ്യുന്ന ഹെഡർ ഫയല് stdio എന്ന ഹെഡർ ഫയലാണ്. stdio ഇതാണ് ആ ഹെഡർ ഫയൽ. അപ്പൊ ഏതൊരു പ്രോഗ്രാമിലാണെങ്കിലും നമ്മൾ എന്തായാലും ഒരു റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. റിസൾട്ടോ മെസ്സേജോ എന്തെങ്കിലും ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റീഡ് ചെയ്യേണ്ടിയും വരും. അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്പ്ലേ ലൈനെങ്കിലും ഇല്ലാത്തൊരു പ്രോഗ്രാം കാണത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു പ്രോഗ്രാം ആയാലും ബേസിക് ആയിട്ട് കമ്പൽസറി ആയിട്ട് ഏതൊരു ഹെഡർ ഫയൽ ഏതായിരിക്കും? stdio എന്ന ഹെഡർ ഫയൽ ആയിരിക്കും. അപ്പൊ stdio ഹെഡർ ഫയൽ ഇല്ലാതെ പ്രിന്റ് ഓഫ് സ്കാൻ ഓഫ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സിലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അബ്സലൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക, പവർ കണ്ടുപിടിക്കുക, ഇങ്ങനെ കുറെ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഈ ഓപ്പറേഷൻ ഒക്കെ നമ്മൾ സി പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട എന്നത്, ആ ഒരു കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ചെറിയ ഫംഗ്ഷൻ ആയിട്ട് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് എനിക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ മാത്ത് എന്നുള്ള ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മാത്ത് എന്നൊരു ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ക്വയർ റൂട്ട്, അബ്സല്യൂട്ട് വാല്യൂ, പവർ, അതുപോലെ ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഷോർട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെഡർ ഫയൽ എന്താണെന്നൊരു ഐഡിയ കിട്ടി കാണും. ഒരു വലിയൊരു ടാസ്കിനെ ചെറിയൊരു എൻക്യാപ്സുലേറ്റ് ചെയ്ത് ചെറിയ
ഫയൽസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ഫങ്ഷൻസ് ആക്കിയിട്ട് ആ ഫങ്ഷൻസ് എന്ത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഫംഗ്ഷനുള്ളിൽ എന്താണ് നടക്കേണ്ടത് എന്നുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ ചെറിയ ഫയലാക്കി ആ ഫയലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻ ആക്കി ആ ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ള ഫയലുകളെയാണ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഹെഡർ ഫയലിന് എക്സാമ്പിൾ ആണ് STDIO, മാത്ത്, അതുപോലെ വേറെ ഒരുപാടുണ്ട്. C++ ലാംഗ്വേജിൽ ഒരുപാട് ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. STDIO, IO സ്ട്രീം, മാത്ത്, C ടൈപ്പ്, അതുപോലെ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടോക്കൺസിന്റെ ഉള്ളിലും ഒക്കെ ആയിട്ട്, അതുപോലെ കോൺസ്റ്റൻസിന്റെ ഉള്ളിലും ഒക്കെ. അപ്പൊ സ്ട്രിങ്ങിന്റെ പ്രോബ്ലംസ്, സ്ട്രിങ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന കേസിൽ പ്രോഗ്രാംസിൽ string.h എന്നുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. string.h എന്നുള്ള ഹെഡർ ഫയൽ. അപ്പൊ അതാണ് ഹെഡർ ഫയലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെഡർ ഫയൽ, അപ്പൊ എന്തിനാണ് ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്കൊരു ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഹാഷ് ഇൻക്ലൂഡ് എന്ന് എഴുതിയിരിക്കണം. ഹാഷ് എന്ന് പറഞ്ഞാൽ കീബോർഡിലുള്ള ഒരു സിമ്പലാണ്, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഇൻക്ലൂഡ് എന്നുള്ളത് ഒരു കീവേഡ് പോലെയാണ്, അതുകൊണ്ട് സ്മോൾ ലെറ്ററിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് ആംഗുലർ ബ്രാക്കറ്റിനുള്ളിൽ ഹെഡർ ഫയൽ എന്ന് എഴുതുക. ഏതാണ് ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ടത് അത് എഴുതുക. .h എന്നൊരു എക്സ്ട്രാ സംഭവം കൂടെ കൊടുക്കും. ഈ .h എന്നുള്ളത് ആക്ച്വലി ഹെഡർ ഫയലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. .h എന്നുള്ളത്, .h എന്ന് പറയുമ്പോൾ ഈ ഹെഡർ ഫയൽ എന്നുള്ളതിന്റെ h ആണോ എഴുതിയിരിക്കുന്നത്. ഈ .h എന്നുള്ളത് ആക്ച്വലി ചില കമ്പൈലേഴ്സ് യൂസ് ചെയ്യണം, ചില കമ്പൈലർ യൂസ് ചെയ്യണ്ട. ഇപ്പോൾ ജീനി എന്ന് പറയുന്ന ഒരു കമ്പൈലർ അവൈലബിൾ ആണ്. നമ്മുടെ C++ ലാംഗ്വേജ് ഹൈ ലെവലിൽ എഴുതുന്ന ലാംഗ്വേജ് ആണ്. അതിന് ലോ ലെവലിലേക്ക് എഴുതിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മെഷീന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൈ ലെവലിലുള്ള പ്രോഗ്രാമിന് ലോ ലെവലായിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ C++ ലാംഗ്വേജ് കമ്പൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജീനി എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ജീനി എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്യാനെങ്കിൽ .h എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ .h എന്നുള്ള ഒരു എക്സ്റ്റൻഷന്റെ ആവശ്യമില്ല. അതേസമയം ടർബോ C അല്ലെങ്കിൽ ടർബോ C++ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതുപോലെ Gedit ഇങ്ങനെയൊക്കെ ഉള്ള കമ്പൈലർ സോഫ്റ്റ്വെയർസിലാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ .h കമ്പൽസറി ആണ്. .h ഇല്ലാതെ പ്രോഗ്രാം വർക്ക് ആവത്തില്ല, അതൊരു എറർ ആയിട്ട് കാണിക്കും. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത് ചില കമ്പൈലേഴ്സിൽ ആവശ്യമില്ല, ചില കമ്പൈലർ സോഫ്റ്റ്വെയറിൽ കമ്പൽസറി ആണ്. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ ഇത്രയേ ഉള്ളൂ. ഹാഷ് ഇൻക്ലൂഡ് ആംഗുലർ ബ്രാക്കറ്റിനുള്ളിൽ ഹെഡർ ഫയൽ .h. ഈ ഫസ്റ്റ് ലൈനിനെ പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നാണ്. ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നാണ് പറയുന്നത്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ്, ദെൻ ഹെഡർ ഫയൽ എഴുതുക, .h യൂസ് ചെയ്ത് ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവിന് വേറെയും എക്സാമ്പിൾ ഉണ്ട്. ഹാഷ് ഇൻക്ലൂഡ് മാത്രമല്ല, ഹാഷ് ഡിഫൈൻ എന്നുള്ളത് വേറൊരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. ഹാഷ് ഡിഫൈൻ ഈസ് ഓൾസോ എ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇത്ര എക്സ്പ്ലനേഷൻ ഉള്ളൂ. ദെൻ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, റിട്ടേൺ ടൈപ്പ് മെയിൻ, ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത്രയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് റിട്ടേൺ ടൈപ്പ് മാറും. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമില് ഇൻഡിജർ നമ്പറിന്റെ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, ഇൻഡിജർ നമ്പർ റിട്ടേൺ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ റിസൾട്ട് ആയിട്ട് ഇൻഡിജർ നമ്പർ ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് റിട്ടേൺ ടൈപ്പിന്റെ അവിടെ ഇൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു റിസൾട്ടും റിട്ടേൺ ചെയ്യാത്ത പ്രോഗ്രാം ആണെങ്കിൽ ഓയിഡ് എന്നൊരു റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്താൽ മതി. ഈ ഓയിഡ്, ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഇതൊക്കെ ഡബിൾ, ലോങ്, ഇതൊക്കെ എന്താണെന്നുള്ളത് ഡേറ്റ ടൈപ്സ് എന്നൊരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പിലുള്ള പറഞ്ഞിരിക്കുന്ന ഏത് വേണമെങ്കിലും ആകാം, അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിലും ഇൻഡോ അല്ലെങ്കിൽ ഓയിഡ് ആണ് യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാ പ്രോഗ്രാംസിലും റിട്ടേൺ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐദർ ഇൻഡ് അല്ലെങ്കിൽ ഓയിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ടൈപ്പ് എന്നുള്ള ആ ഒരു വേർഡ് എഴുതിയിരിക്കുന്നതിന് പകരം പ്രോഗ്രാമിൽ ഇൻഡ് എന്നോ ഓയിഡ് എന്നോ യൂസ് ചെയ്യണം. ഇനി റിട്ടേൺ ടൈപ്പ് എഴുതിയതിനു ശേഷം ഇൻഡോ, ഓയിഡോ, ഫ്ലോട്ടോ, ക്യാർ എന്ത് വേണമെങ്കിലും ആകാം. നോർമലി ഇൻഡ് അല്ലെങ്കിൽ ക്യാർ ആയിരിക്കും എഴുതുന്നത്. നോർമൽ കേസാണ് ഇൻഡ് അല്ലെങ്കിൽ ക്യാർ എന്ന് ഇവിടെ എഴുതാം. സോറി, ഇൻഡ് അല്ലെങ്കിൽ ഓയിഡ് എന്ന് എഴുതാം. ഇൻഡ് ഓയിഡ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോയിൽ. ഇൻഡ് ആണെങ്കിൽ ഇൻഡിജർ ഡേറ്റയാണ്, 4 bytes ആണ് സൈസ്. ഓയിഡ് ആണെങ്കിൽ സൈസ് ഇല്ല, 0 bytes ആണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്.
നെക്സ്റ്റ് ഇപ്പൊ റിട്ടേൺ ടൈപ്പിന് ശേഷം ചെറിയൊരു സ്പേസിന് ശേഷം എഴുതേണ്ടത് മെയിൻ എന്നാണ്. മെയിൻ എന്നുള്ളത് ആക്ച്വലി നിങ്ങൾ കീവേഡിന്റെ സെക്ഷനിൽ പഠിച്ചൊരു കാര്യമാണ് മെയിൻ എന്നുള്ളൊരു വേർഡ്. അപ്പോൾ മെയിൻ എന്ന് എഴുതിയതിനു ശേഷം ഒരു റൗണ്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തു, റൗണ്ട് ബ്രേസസ് ക്ലോസ് ചെയ്തു. അതെല്ലാവരും കണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിനെ മൊത്തത്തിൽ ഇത്രയും സംഭവത്തിന് വായിക്കേണ്ടത് മെയിൻ ഫംഗ്ഷൻ എന്നാണ്. മെയിൻ ഫംഗ്ഷൻ എന്നാണ് ഇതിനെ വായിക്കും. വേറൊരു എക്സാമ്പിൾ ഞാനിപ്പോ ABC റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ്, ഇതിനെ വായിക്കേണ്ടത് ABC ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ C പ്രോഗ്രാമിങ്ങിലോ C++ലോ കണ്ടാൽ ഫംഗ്ഷൻ എന്ന് വായിക്കുക. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തിനാണ് മെയിൻ എന്നുള്ള കീവേഡ് എഴുതിയിരിക്കുന്നത്? വേറെ എന്തെങ്കിലും കീവേഡുകൾ എഴുതാമോ എന്ന് ചോദിച്ചാൽ വേറെ ഒരു കീവേഡും അവിടെ വരാൻ പാടില്ല. മെയിൻ എന്നുള്ളൊരു കീവേഡ് മാത്രമേ എഴുതാവൂ. ആൻഡ് മെയിൻ ഈസ് കമ്പൽസറി കീവേഡ്. മെയിൻ എന്ന് പറയുന്നത് ഇവിടെ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട കീവേഡ് ആണ്. മെയിനിന് പകരം വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊരു C++ പ്രോഗ്രാമുകളാണെങ്കിലും മെയിൻ എന്നൊരു ഫംഗ്ഷൻ ഇല്ലാതെ എഴുതാൻ പറ്റത്തില്ല. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരു C++ പ്രോഗ്രാമും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ റിട്ടേൺ ടൈപ്പിന് ശേഷം മെയിൻ ഫംഗ്ഷൻ എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ കേളി ബ്രാക്കറ്റ് ഓൺ ചെയ്യുക, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നമുക്ക് എത്ര കോഡ് വേണമെങ്കിലും എഴുതാം. അവിടെ വരുന്ന കോഡ് ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കാൻഎഫ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിക്ലറേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിംഗ്, ഇങ്ങനെയുള്ള എന്ത് ടൈപ്പ് കോഡ് വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാൻ പറ്റും. എല്ലാ കോഡും എഴുതിയതിനു ശേഷം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള C പ്രോഗ്രാമിങ്ങിന്റെ സ്ട്രക്ചർ. ഇനി ഞാൻ പറഞ്ഞു ഈ ഫസ്റ്റ് ലൈനിനെ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുമെന്ന് പറഞ്ഞു. ഈ സെക്കൻഡ് ലൈൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ ഇസ് ദ കമ്പൽസറി ഫംഗ്ഷൻ ഇൻ എനി C or C++ program. Then we have to open a curly bracket. Inside the curly bracket, body of the C program should be returned. Then curly bracket close ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്നത് C പ്രോഗ്രാമിങ്ങിന്റെ ബോഡിയാണ്. ദാ ഇത്രയും ഒരു പോർഷനിൽ ബോഡി ഓഫ് പ്രോഗ്രാം. ഇനി ഞാൻ ഇവിടെ റിട്ടേൺ ടൈപ്പിന്റെ ഇവിടെ ഐദർ ഇന്റ് ഓർ വോയിഡ് ക്യാൻ ബി യൂസ്ഡ് എന്ന് പറഞ്ഞു. ജനറൽ ഐദർ ഇന്റ് ഓർ വോയിഡ് ക്യാൻ ബി യൂസ്ഡ് എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജനറലി ഇൻഡോ വോയിഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ക്യാറ് ഫ്ലോട്ട് ഒന്നും ഉപയോഗിച്ച് കൂടാനില്ല. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ വോയിഡ് ആണ് എഴുതുന്നതെങ്കിൽ നോർമൽ ഒരു പ്രോഗ്രാമിങ്ങിന് എഴുതാം. ഇവിടെ ഞാൻ ഇന്റ് ആണ് റിട്ടേൺ ടൈപ്പായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ മറന്നു പോരുത്, പ്രോഗ്രാം എല്ലാ കോഡും എഴുതി കഴിഞ്ഞ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഒരു റിട്ടേൺ 0 എന്നൊരു ലൈനും കൂടെ, ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതാൻ മറന്നു പോരുത്. ഒന്നുകൂടെ പറയാം, റിട്ടേൺ ടൈപ്പിൽ ഇന്റ് ഡേറ്റ ടൈപ്പാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇൻഡിജർ ടൈപ്പിലുള്ള ഡേറ്റയാണ് റിട്ടേൺ ചെയ്യേണ്ടതെങ്കിൽ പ്രോഗ്രാമിന്റെ എൻഡില് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഒരു റിട്ടേൺ 0 എന്ന് കൂടെ നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തണം. അതിൽ റിട്ടേൺ എന്നുള്ളത് കീവേഡ് ആണ്. അപ്പൊ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. റിട്ടേൺ 0 സെമിക്കോളൻ എഴുതിക്കൊള്ളണം, മറന്നു വരുത്. അപ്പൊ ഇതാണ് ഒരു C പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി C പ്രോഗ്രാമിങ്ങിന്റെ ഈ ഒരു ബോർഡിൽ എഴുതിയിട്ടതിന്റെ ഇടയിൽ തന്നെ നമുക്ക് കമന്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. കമന്റ് എന്താണെന്നും എത്ര ടൈപ്പ് ഉണ്ടെന്നും എങ്ങനെ എഴുതാമെന്നുള്ളതും അടുത്ത എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ കമന്റ്സും ആഡ് ചെയ്യുക ഇതിന്റെ കൂടെ. അപ്പോ നെക്സ്റ്റ് കമന്റ്സ് എന്ന സെക്ഷനിലേക്ക് പോകാം. അപ്പൊ അടുത്ത കമന്റ്സ് ആണ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു C പ്രോഗ്രാം ഇപ്പൊ നമ്മൾ നോർമലി നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കത്തില്ലേ, ക്ലാസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കും. അപ്പോൾ ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതുന്ന നേരത്ത് ഇപ്പൊ എന്തെങ്കിലും എഴുതുന്നതിന്റെ കൂട്ടത്തില് നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ള എന്തെങ്കിലും പുതിയൊരു കാര്യം നമ്മൾ അത് പഠിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫോർമുല നമ്മൾ പഠിക്കുകയാണ്, ആ ഫോർമുലയിൽ യൂസ് ചെയ്യുന്ന വേരിയബിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് അറിയത്തില്ല, പുതിയതായിട്ട് പഠിച്ചാൽ. അപ്പോൾ നമ്മൾ സൈഡിൽ എന്ത് ചെയ്യും, അത് നോട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ G എന്നൊരു വേരിയബിൾ എടുത്താൽ G ഇന്നതാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും. ഇതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് നോക്കുന്നവർക്കോ അതെന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി, ഈസി ആയിട്ടല്ലേ. അതുപോലെ തന്നെ C++ മാത്രമല്ല, ആക്ച്വലി ജാവ, പൈത്തൺ എല്ലാ ലാംഗ്വേജിലും കമന്റ് ചെയ്യാൻ പറ്റും, കമന്റ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാം എഴുതുന്നതിന്റെ ഉള്ളില് എവിടെ വേണോ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എവിടെ വേണോ എഴുതാൻ പറ്റിയ സെന്റൻസുകൾ ചുമ്മാ എഴുതിക്കൂടാ. 2 സിമ്പിൾസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് എഴുതാൻ. കമന്റ്സ് നമുക്ക് എഴുതാം. കമന്റ്സ് എഴുതുന്നത് പിന്നീട് നോക്കുമ്പോൾ നമുക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. വേറെ കമ്പൽസറി ആയിട്ട് കമന്റ് എഴുതണോ ഒരു പ്രോഗ്രാമിൽ, അങ്ങനെയൊന്നുമില്ല. കമന്റ് ഈസ് നോട്ട് എ കമ്പൽസറി സ്റ്റേറ്റ്മെന്റ്.
ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. അതും കൂടെ എഴുതിയാൽ കുറച്ച് കൊള്ളായിരിക്കും, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ കമൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ലൈൻ കമന്റ്, മൾട്ടി ലൈൻ കമന്റ്. 2 ടൈപ്പാണുള്ളത്. സിംഗിൾ ലൈൻ കമന്റും ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒറ്റ ലൈനിൽ എനിക്ക് കമന്റ് എഴുതണമെങ്കിൽ അതിന് സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ലൈൻസ് കമന്റ് എഴുതണമെങ്കിലോ മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, തൊട്ട് മുന്നേ ഞാനൊരു സ്ട്രക്ചർ എഴുതിയായിരുന്നു പ്രോഗ്രാമിന്റെ. അത്തരത്തിൽ ഞാനൊരു സ്ട്രക്ചർ വെച്ചിട്ട് 2 നമ്പർ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു സി പ്രോഗ്രാം എഴുതിയെന്ന് വെച്ചോ. ആ സി പ്രോഗ്രാമില് എനിക്ക് സി പ്രോഗ്രാം തുടങ്ങുന്ന ഫസ്റ്റ് നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള പ്രീ പ്രോസസ് ഡയറക്റ്റീവ് എഴുതുന്നതിന് മുന്നേ എനിക്കിപ്പോൾ അവിടെ ഒരു കമന്റ് കൊടുക്കണം. ഈ പ്രോഗ്രാം എഴുതിയത് ഇന്ന ആളാണ് പേര് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇന്ന ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 2 നമ്പർ ആഡ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ കമന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ദിസ് പ്രോഗ്രാം ഫൈൻഡ്സ് ദ സം ഓഫ് 2 നമ്പേഴ്സ് എന്നൊരു ജസ്റ്റ് ഒരു കമന്റ് അവിടെ കൊടുക്കുകയാണ്. അപ്പൊ കമന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും സി ആയാലും ഏതൊരു ലാംഗ്വേജ് ആയാലും കമന്റ്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ ലൈൻസ് അല്ല. ഒരിക്കലും കമ്പൈലർ അതിനെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് കമന്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ കമന്റ്സ് ഒരിക്കലും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, കമന്റ്സ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അത് യൂസറിന് അല്ലെങ്കിൽ വേറെ നോക്കുന്ന ഒരു തേർഡ് പേഴ്സണ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഈസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പർ എന്നൊരു കമന്റ് എനിക്ക് പ്രോഗ്രാമിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഫസ്റ്റോ ലാസ്റ്റോ എവിടെയെങ്കിലും എനിക്ക് ഒരിടത്ത് എഴുതണം. അല്ലെങ്കിൽ ദിസ് പ്രോഗ്രാം ഈസ് ഡൺ ബൈ അഞ്ജലി, അങ്ങനെ എന്തെങ്കിലും സെന്റൻസ് എഴുതണം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു 1, 2, 3 എത്ര സെന്റൻസ് വേണമെങ്കിലും എഴുതാം. അങ്ങനെ എഴുതാനാണ് കമന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു സെന്റൻസ് ആണ് എഴുതുന്നത് അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ എഴുതുന്നു, നെക്സ്റ്റ് എനിക്ക് എൻ്റർ അടിച്ച് നെക്സ്റ്റ് ലൈനിൽ പോകണ്ട. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ലൈൻ കമന്റ് എന്നാണ് അതിനെ പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് അതിന് മുമ്പ് സിമ്പിൾ ഒന്ന് പറയട്ടെ. സിംഗിൾ ലൈൻ കമന്റ് എഴുതാൻ വേണ്ടി ഏതാണോ കമന്റ് ആ കമന്റിന് മുന്നേ 2 സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്യണം. 2 സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗിൾ ലൈൻ കമന്റ് എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ മൾട്ടി ലൈൻ കമന്റ് ആണെങ്കിൽ, ഇപ്പൊ സിംഗിൾ ലൈൻ കമന്റ് ആണെങ്കിൽ ഏതാണോ ആ ഒരു കമന്റ് എഴുതേണ്ടത്, ഇപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്തു ഒരു ഒറ്റ ലൈനിൽ, അതിന് മുന്നേ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. അതല്ല മൾട്ടി ലൈൻ കമന്റ് ആണെങ്കിൽ എന്തായാലും മൾട്ടിപ്പിൾ ലൈൻസ് കാണുമല്ലോ, ഒരുപാട് ലൈൻസ് കാണും. അപ്പോൾ അല്ല മൾട്ടിപ്പിൾ ലൈൻസ് അതിന് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുക, ഒരു സ്ലാഷും ഒരു സ്റ്റാർ സിമ്പിളും, എല്ലാ ലൈനും തീർന്നതിന് ശേഷം ലാസ്റ്റ് ഒരു സ്റ്റാറും ഒരു സ്ലാഷും. ഇതാണ് മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമുക്ക് വെൽക്കം ടു സി എന്ന് പ്രിന്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതാം. അപ്പൊ ഏതൊരു പ്രോഗ്രാം എഴുതണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് ഓർ ടു ഡിസ്പ്ലേ വെൽക്കം ടു സി പ്ലസ് പ്ലസ്. അപ്പൊ സ്ക്രീനില് ബ്ലാക്ക് കളർ സ്ക്രീനിൽ, അതിന്റെ കൺസോൾ എന്ന് പറയും, ബ്ലാക്ക് കളർ സ്ക്രീനില് വെൽക്കം ടു സി എന്നൊരു മെസ്സേജ് വരണം, ഡിസ്പ്ലേ ചെയ്യണം. അതാണ് നമ്മുടെ സി പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പൊ അങ്ങനെ ഏതൊരു സി പ്രോഗ്രാം ക്വസ്റ്റ്യൻ വന്നാലും ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്, പ്രീ പ്രോസസർ ഡയറക്റ്റീവും ഹെഡർ ഫയൽ, അത് മറക്കരുത്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എങ്ങനെ എഴുതും, ഹാഷ് ഇൻക്ലൂഡ് ആംഗുലർ ബ്രാക്കറ്റിനുള്ളില് കമ്പൽസറി ആയിട്ട് വേണ്ട ഹെഡർ ഫയൽ ഏതാണെന്ന് പറഞ്ഞു, stdio. അപ്പൊ stdio.h ഹെഡർ ഫയൽ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ ആണ്. ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ എന്ത് വേണം, റിട്ടേൺ ടൈപ്പും മെയിൻ ഫംഗ്ഷനും. ഇപ്പൊ റിട്ടേൺ ടൈപ്പ് ഞാൻ പറഞ്ഞു നോർമലി വോയിഡോ ഇൻഡോ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇൻഡ് കൊടുക്കാം. വോയിഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇൻഡ് ഞാൻ കൊടുക്കുകയാണ്, ഇൻഡ് മെയിൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ നെക്സ്റ്റ് ലൈനിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. കേളി ബ്രാക്കറ്റ് എഴുതേണ്ട ഇങ്ങനെയാണ്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ മാത്സിലൊക്കെ സെറ്റിനെ റെപ്രസെന്റ് യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ് ആണത്. ആ കേളി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് എഴുതണം, വെൽക്കം ടു സി എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ലൈൻ. അപ്പൊ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു, പ്രിന്റ് എഫ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പ്രിന്റ് എഫ് ഫംഗ്ഷൻ എഴുതാം. പ്രിന്റ് എഫ് ഫംഗ്ഷനുള്ളിൽ ഞാൻ പ്രിന്റ് എഫ് സെക്ഷൻ പഠിപ്പിച്ചപ്പോൾ കുറെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, എല്ലാ ടൈമും പഠിച്ചതാണ്. അപ്പൊ ആ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് വരിക, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രിന്റ് ഡബിൾ കോട്ട്സിനുള്ളില് വെൽക്കം ടു
സി. ഡബിൾ കോഴ്സ് ക്ലോസ് ചെയ്യുക, ഈ റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എൻഡില് സെമിക്കോളൻ ഇടുക. ഒരു കുത്തും ഒരു കോമയുമാണ് സെമിക്കോളൻ എന്ന് പറയുന്നത്. വെൽക്കം ടു സി എന്നുള്ളതൊക്കെ പ്രിന്റ് ആവുമല്ലോ. ഇനി എന്ത് ചെയ്യുക? കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ എന്ത് പറഞ്ഞു? ഇന്റ് ഡേറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് എഴുതണമെന്ന് പറഞ്ഞിരുന്നു? റിട്ടേൺ 0. ഓക്കെ, അപ്പൊ ഇതൊരു വെൽക്കം ടു സി എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നൊരു സി പ്രോഗ്രാം ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിലൊരു കമന്റ്, ഈ പ്രോഗ്രാമിൽ എനിക്ക് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യേണ്ടതാണ് ദിസ് ഈസ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ വെൽക്കം ടു സി എന്നൊരു സെന്റൻസ് എനിക്ക് ഇതിൽ ടൈപ്പ് ചെയ്യണം. പിന്നീട് നോക്കിയാലും മനസ്സിലാവാൻ വേണ്ടിയിട്ട്, വേറൊരു തേർഡ് പേഴ്സൺ നോക്കിയാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ മുതൽ ലാസ്റ്റ് തീരുന്നത് വരെ എവിടെ വേണമെങ്കിലും കമന്റ് ചെയ്യാം. ഇവിടെ കമന്റ് ചെയ്യാം, ഇതിൽ ചെയ്യാം, ഇവിടെ 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 എവിടെ വേണമെങ്കിലും ചെയ്യാം. കാരണം കമന്റ് എന്ന് പറയുന്നത് ഒരിക്കലും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൈൻ അല്ല. സോ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാം. അപ്പൊ കാണാൻ പറ്റില്ല, ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ സിംഗിൾ ലൈൻ കമന്റ് ആയതുകൊണ്ട് സിംഗിൾ ലൈൻ കമന്റിന്റെ സിമ്പിൾസ് ഡബിൾ സ്ലാഷ് ഇട്ടു. അതിനുള്ളിൽ സെന്റൻസ് എഴുതുകയാണ്. This is a program to display welcome to C. ഇത്രയേ ഉള്ളൂ. അപ്പൊ സിംഗിൾ ലൈൻ കമന്റ് യൂസ് ചെയ്തുകൊണ്ട് വെൽക്കം ടു സി എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സി പ്രോഗ്രാം നമ്മൾ കണ്ടു. ഇതിപ്പോ ഒറ്റ ലൈൻ കമന്റ് ഉള്ളതുകൊണ്ടാണ് സിംഗിൾ ലൈൻ കമന്റിന്റെ സിമ്പിൾ യൂസ് ചെയ്തേക്കണം. ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ലൈൻ കമന്റ്സ് യൂസ് ചെയ്യാം. ഈ ഒരെണ്ണത്തിൽ തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ എഴുതുകയാണ്, ദിസ് പ്രോഗ്രാം ഈസ് റിട്ടേൺ ബൈ Anjali. This program prints welcome message. This is my first program. ഇങ്ങനെ ഞാനൊരു 3 ഡിഫറെന്റ് സെന്റൻസസ് ഞാൻ കമന്റ് ഇടാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ഇതൊന്നും പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ആവത്തില്ല, അത് മറന്നു പോരുത്. അതുകൊണ്ടാണ് സ്പേസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ദിസ് പ്രോഗ്രാം ഈസ് റിട്ടേൺ ബൈ അഞ്ജലി. ദിസ് പ്രോഗ്രാം പ്രിന്റ്സ് വെൽക്കം മെസ്സേജ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം. ഒരു 3 ലൈനാണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ലൈൻസ് വരുന്നുണ്ടല്ലോ. മൾട്ടിപ്പിൾ ലൈൻസ് കമന്റ് ആണ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കമന്റിന്റെ ഒക്കെ ഏറ്റവും മുന്നിലായിട്ട് എന്ത് ചെയ്യണം? ഒരു സ്ലാഷ്, ഒരു സ്റ്റാർ സിമ്പിൾ. ഈ സ്ലാഷും സ്റ്റാറും രണ്ടും കീബോർഡിലുണ്ട്. എല്ലാ കമന്റും തീർന്നതിന് ശേഷം എന്ത് ചെയ്യണം? പിന്നെ സ്റ്റാർ സ്ലാഷ്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? സിംഗിൾ ലൈൻ കമന്റിന്റെ രീതിയിലാണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സ്ലാഷ് ഇടണം, ഇവിടെ സ്ലാഷ് ഇടണം, ഇവിടെ സ്ലാഷ് ഇടണം അല്ലേ? ഇങ്ങനെ 3 തവണ പിന്നെയും ഡബിൾ സ്ലാഷ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ കാട്ടി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, തെറ്റല്ല. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെ കാട്ടി കുറച്ചും കൂടി ഈസി ഏതാണ്? ഒരു തവണ ഇവിടെ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്തു. ഇതല്ലേ എളുപ്പം. അപ്പൊ ഇതാണ് മൾട്ടി ലൈൻ കമന്റ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സി പ്രോഗ്രാം എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. അടുത്തത് 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു സി പ്രോഗ്രാം ആണ് പഠിക്കാൻ പോകുന്നത്. 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. അതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. ഫസ്റ്റ് എന്താണ് വേണ്ടത്? നേരത്തെ പോലെ ഹെഡർ ഫയൽ #include stdio.h. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കമന്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് പിന്നീട് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും, ഡൗട്ട് ഒന്നും വരത്തില്ല. ഫൈൻ സം ഓഫ് 2 നമ്പേഴ്സ് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ അതിപ്പോ പ്രോഗ്രാമിന് കൂടെ ഉള്ളതാണ്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യില്ല, കമന്റ് ആണ്. #include stdio.h int main കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇപ്പൊ ആക്ച്വലി 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് എന്ത് വേണം? നമുക്ക് 2 നമ്പേഴ്സ് വേണമല്ലോ. 2 നമ്പർ വേണം. അപ്പൊ രണ്ടെന്നല്ല, എത്ര നമ്പർ ആയാലും ആ നമ്പർ സ്റ്റോർ ചെയ്യാൻ 2 വേരിയബിൾസ് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് വേണം. അപ്പൊ ഇപ്പൊ 2 നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള 2 വേരിയബിൾസ് നമുക്ക് പേര് കൊടുക്കാം. ഐഡന്റിഫയറിന്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നെയിമിങ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ സിമ്പിൾ ആയിട്ട് AB എന്ന് 2 പേര് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ num1 num2 എന്ന് പേര് കൊടുക്കാം. അല്ലെങ്കിൽ XY അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ നമ്പർ 1 നമ്പർ 2 അങ്ങനെ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ AB എന്ന് കൊടുക്കുകയാണേ. അപ്പൊ 2 നമ്പേഴ്സിന് A എന്നും B എന്നും ഞാൻ പേര് കൊടുത്തു.
ഇനി അതുപോലെ രണ്ട് നമ്പറിന്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സമ്മ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് ഒരു വേരിയബിൾ വേണ്ടേ? ഇപ്പൊ 2, 3 ആണ് നമ്പർ എങ്കിൽ 2 + 3 ചെയ്ത് 5 എന്നുള്ള ആൻസർ സ്റ്റോർ ചെയ്ത് വെക്കാൻ മൂന്നാമതായിട്ട് ഒരു വേരിയബിൾ വേണം സമ്മ് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ സമ്മ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിന് സം എന്നോ എസ് എന്നോ സം ഓഫ് 2 നമ്പർ എന്നോ എന്ത് വേണമെങ്കിലും പേര് കൊടുക്കുക. ഞാനിവിടെ എസ് എന്ന് കൊടുക്കുകയാണ്. എന്റെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേര് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എ ബി എന്നുള്ള വേരിയബിളും എസ് എന്നുള്ള വേരിയബിളും എല്ലാം ഇൻഡിജേഴ്സ് ആയിരിക്കും അല്ലേ? രണ്ട് നമ്പർ ഞാൻ കൊടുത്തു, രണ്ട് നമ്പർ ആഡ് ചെയ്ത ആൻസർ, അതെല്ലാം ഇൻഡിജർ ടൈപ്പിലുള്ള ഡേറ്റ അല്ലേ? അപ്പോൾ എങ്ങനെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതും? ഇൻഡ് എ കോമ ബി കോമ എസ്. അപ്പൊ ഇൻഡിജർ ടൈപ്പിൽ 3 വേരിയബിൾ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. എ ബി സി 3 വേരിയബിൾസ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തൊക്കെയാണ് ഇൻഡിജർ ഡേറ്റ ടൈപ്പിലുള്ള. ആ സ്റ്റേറ്റ്മെന്റ് തീരുമ്പം എന്ത് ചെയ്യണം? സെമികോളൻ ഇടണം. അപ്പൊ എ ബി എസ് എന്ന 3 വേരിയബിൾസ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ എ ബി സി എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ തെറ്റൊന്നുമില്ല. അപ്പൊ ഇൻഡ് എ ബി എസ് അങ്ങനെ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എ ബി രണ്ട് നമ്പേഴ്സ് ആണ്. നമ്മളിപ്പോ 2, 3 എന്തെങ്കിലും കൊടുത്താൽ അത് സ്റ്റോർ ചെയ്യാനുള്ള രണ്ട് നമ്പേഴ്സ് ആണ് എയും ബിയും. സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണ്. എസ് എന്നുള്ളത് സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണ്. എസ് എന്നതിനെ പേര് കൊടുക്കുന്നത് നിങ്ങൾക്ക് സി എന്ന പേര് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം, എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു ഐഡന്റിഫയർ ആണ്. അതുകൊണ്ട് തന്നെ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നെയിമിംഗ് കൊടുക്കാം, അത് മറന്നു പോകരുത്. അപ്പൊ എ ബി എസ് എന്നാണ് ഞാനിവിടെ കൊടുത്തത്. ഇനി എന്ത് ചെയ്യുക? ഇപ്പൊ പേരൊക്കെ കൊടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? രണ്ട് നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്ത് വാങ്ങണം. വേണ്ടേ? എയിലും ബി രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് വാങ്ങിച്ചാലല്ലേ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സ്കാൻഎഫ് ഫംഗ്ഷൻ, സ്കാൻഎഫ്, അതിനുള്ളിൽ രണ്ട് നമ്പേഴ്സ്, ഇൻഡിജർ നമ്പർ ആണ് റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പെർസെന്റേജ് ഡി. ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പെർസെന്റേജ് ഡി എന്നൊക്കെ പറയുന്നത് ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് കാണുക. പെർസെന്റേജ് ഡി ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് കോമ ഇട്ടിട്ട് ആംപർസാൻഡ് എ കോമ ആംപർസാൻഡ് ബി. ഈ റെപ്രസെന്റേഷൻ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതെല്ലാവരും കാണുക. ഇനി നമ്മുടെ കൺസോൾ സ്ക്രീൻ, അതായത് ഔട്ട്പുട്ട് വരേണ്ട സ്ക്രീനില് എന്ത് നമ്മൾ പ്രോഗ്രാം ഒക്കെ എഴുതി കഴിഞ്ഞ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ സ്ക്രീൻ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒന്നിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് നമ്പർ റൺ ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതൊരു കൺഫ്യൂസിങ് ആയിരിക്കത്തില്ലേ? ഇപ്പം ചെയ്യണോ കുറച്ച് കഴിഞ്ഞാണോ ചെയ്യേണ്ടതെന്നുള്ളത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൺസോൾ സ്ക്രീൻ വന്നതിന് ശേഷം ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുത്താലോ? അതായത് രണ്ട് നമ്പർ എൻ്റർ ചെയ്യൂ എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ രീതിയിൽ കൊടുത്താൽ അതിൽ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു റെപ്രസെന്റേഷൻ, അപ്പൊ ആ രീതിയിൽ കൊടുക്കാമേ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇതിന് മുന്നേ, ഈ ഒരു സ്കാൻഎഫിന് മുന്നേ, അതാണ് ചെറിയൊരു സ്ഥലം വിട്ടുന്നത് ഞാൻ, പ്രിന്റ് എൻ്റർ 2 നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, എൻ്റർ 2 നമ്പേഴ്സ്. അങ്ങനെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇതല്ലേ കുറച്ചുകൂടെ ഒരു കൺവീനിയന്റ് ഉള്ള മെത്തേഡ്. ജസ്റ്റ് വെറുതെ റീഡ് ചെയ്യുന്നത് കൊടുത്ത് എവിടെ കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താൽ കുറച്ചും കൂടി ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എയും ബി എന്നുള്ള രണ്ട് നമ്പർ ഉണ്ട്. അപ്പൊ യൂസറിന് എയും ബിയും എന്ത് രണ്ട് നമ്പർ വേണമെങ്കിലും ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം. അപ്പൊ എയും ബി രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് രണ്ട് നമ്പറും ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഒരു വേരിയബിൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എസ് എന്ന പേരിൽ. ആ എസ് എന്ന വേരിയബിളിലേക്ക് നമുക്ക് നമ്പർ സ്റ്റോർ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എ പ്ലസ് ബി ചെയ്യണം. എയും ബിയും കൂടെ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത വാല്യൂ എന്ത് ചെയ്യണം? എസ് എന്ന വേരിയബിളിൽ അസൈൻ ചെയ്തു. ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, അതൊക്കെ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ എസ് ഈക്വൾ ടു എ പ്ലസ് ബി. ഇതിന് പകരം എ പ്ലസ് ബി ഈക്വൾ ടു എസ് ഒന്നും കൊടുക്കാൻ തെറ്റില്ല. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സെമികോളൻ ഇട്ട് എൻഡ് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസ് കഴിയുമ്പോൾ കോമ ഇടുന്നത് പോലെ C++ ലാംഗ്വേജിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും സെമികോളൻ ഇടാൻ മറക്കരുത്. ബോഡിക്കുള്ളിൽ മാത്രം, ബോഡിക്ക് പുറത്തുള്ളതിലൊന്നും സെമികോളൻ ഇട്ട് കളയരുത്, അതിന്റെ ആവശ്യമില്ല. അതുപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എഴുതുമ്പോഴും സെമികോളൻ ഇടുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എസ് ഈക്വൾ ടു എ പ്ലസ് ബി. അപ്പൊ ഇപ്പൊ എസ്സിൽ എന്തുണ്ട്? എയും ബിയും കൂടെ ആഡ് ചെയ്ത ആൻസർ ഉണ്ട്. ഇനി ആ എസ്സിൽ ഇരിക്കുന്ന ആൻസർ ഒക്കെ പ്രിന്റ് ചെയ്താൽ പോരെ? പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് ഫംഗ്ഷൻ, ജസ്റ്റ് ഒരു മെസ്സേജ് പറയാൻ കൊടുക്കുകയാണ്. ദ സം ഈസ്
എസിലല്ലേ ആൻസർ ഇരിക്കുന്നത്. എസ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ടൈപ്പ് അല്ലേ, അപ്പൊ പെർസെന്റേജ് ഡി വേണം. ദ സം ഈസ് യെസ്. ഈ നമ്മൾ മുന്നേയൊക്കെ പെർസെന്റേജ് ഡി വെച്ചിട്ട് കൊടുത്തപ്പം ആംബസാൻഡ് എന്നുള്ള സിമ്പിൾ കൊടുത്തിരുന്നു വേരിയബിളിന്റെ മുന്നേ. ഇവിടെ പക്ഷെ ഞാൻ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ഈ രണ്ട് സ്കാനഫിനുള്ളിൽ എഴുതുന്ന ആംബസാൻഡ് എന്തിനാണ് കൊടുക്കണേന്ന് വെച്ചാൽ, സ്കാനഫിൽ ആക്ച്വലി നമ്മൾ റീഡ് ചെയ്യണ നമ്പർ അല്ലേ, നമ്പേഴ്സ് അല്ലെങ്കിൽ വാല്യൂ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ റീഡ് ചെയ്തിട്ട് അത് ആ കറക്റ്റ് എയുടെയും ബിയുടെയും അഡ്രസ്സിൽ കൊണ്ടുവയ്ക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ആംബസാൻഡ് സിമ്പിൾ ഡിനോട്ട്സ് അഡ്രസ് ഓഫ് എ വേരിയബിൾ. അപ്പൊ ആ കറക്റ്റ് അഡ്രസ്സ് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് ആ ഒരു പൊസിഷൻ കൊണ്ട് ആ ഡേറ്റയെ ഫിക്സ് ചെയ്യാനാണ് ആംബസാൻഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് അഡ്രസ്സിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എസ്സിൽ ഇരിക്കുന്ന ഡേറ്റ എടുത്തോണ്ട് വന്നാൽ പോരെ. സോ വെറുതെ എസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പം ഔട്ട്പുട്ട് പ്രിന്റ് ആവുമല്ലോ. ഇനി എന്ത് ചെയ്യുക, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പൊ കേളി ബ്രാക്കറ്റ് വച്ചിട്ട് ഈ ഒരു ഇത് ക്ലോസ് ചെയ്യണം. അതിന് മുന്നേ ഇവിടെ ഇന്റ് ഡേറ്റ ടൈപ്പ് ആയിട്ട് എന്തും കൂടെ എഴുതണമെന്ന് പറഞ്ഞു, റിട്ടേൺ 0. അപ്പൊ ഇതാണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഔട്ട്പുട്ട് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വേണമെന്നുള്ളവർ എഴുതിയെടുത്തോളൂ, ഔട്ട്പുട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി ഈ സെയിം ക്വസ്റ്റിന് രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ എന്ത് വ്യത്യാസം വന്നേനെ? വേറെ ഒന്നുമില്ല, വേരിയബിൾ ഒക്കെ SAB കൊടുക്കുക, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പ്ലസ് സിമ്പിളിന് പകരം ഇവിടെ മൈനസ് സിമ്പിൾ ഉപയോഗിക്കുക. അതുപോലെ സം ഈസ് എന്നുള്ളതിന് പകരം ഡിഫറൻസസ് എന്ന് എഴുതുക. അത്രേ ഉള്ളൂ. രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിരുന്നു, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിരുന്നെങ്കിലോ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്നായിരുന്നു ക്വസ്റ്റൻ എങ്കിൽ S = A × B. അപ്പോഴും SAB എന്നൊക്കെ തന്നെ കൊടുക്കാം, ഇൻറ്റു ആക്കണം. അതുപോലെ പ്രോഡക്റ്റ് ഈസ് എന്നൊരു മെസ്സേജ് ഇവിടെ കൊണ്ടുവരണം. രണ്ട് നമ്പറിന്റെ ഡിവൈഡ് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാനായിരുന്നെങ്കിലോ A / B, ആ സിമ്പിൾ മാത്രം മാറ്റി കൊടുത്തിട്ട് മെസ്സേജ് ദ ഡിഫറൻസ് ഈസ് അല്ലെങ്കിൽ ദ കോഷ്യന്റ് ഈസ് എന്ന് പറഞ്ഞ് എഴുതുക. ഡിഫറൻസ് അല്ല, സോറി, കോഷ്യന്റ് ആണ്, ഡിവൈഡ് അല്ലേ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ആ 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നിനും ചെയ്തിട്ടുണ്ട്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതെല്ലാം ഒറ്റ പ്രോഗ്രാമിൽ തന്നെ ചെയ്യാൻ പറ്റും, അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഏതാ നമ്മൾ നോക്കണം. ഔട്ട്പുട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു പ്രോഗ്രാമിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാലേ ഔട്ട്പുട്ട് എഴുതാൻ പറ്റൂ. അപ്പോൾ ഒരു പ്രോഗ്രാം എപ്പോഴും കമ്പൈലേഷൻ തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷൻ ഇതായിരിക്കും. അപ്പൊ ഇവിടെ നിന്നാണ് കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റെ മെയിൻ ഫംഗ്ഷൻ ഓക്കെയാണ്, എറർ ഒന്നുമില്ല. നെക്സ്റ്റ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓക്കെയാണ്. ഇന്റ് ABC, ഇപ്പൊ 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. ABC എന്നുള്ള 3 വേരിയബിൾസ് പ്രോഗ്രാമിനുള്ളിൽ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് ഇങ്ങനെ പറയാം, ABS, സോറി ഇപ്പോഴും C എന്നാണ് പറയുന്നത്, ABS ആണ്. 3 വേരിയബിൾസ് 3 മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇന്റ് ടൈപ്പ് ആയതുകൊണ്ട് ഓരോന്നിനും 4 ബൈറ്റ്സ് വീതം കാണും. അതൊക്കെ പഠിച്ചതാണല്ലോ ഓൾറെഡി. ഇനി നെക്സ്റ്റ് ലൈൻ എന്താണ്? printf enter 2 numbers. അപ്പൊ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്ന മെസ്സേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇതിന് മുകളിൽ എഴുതണേ. ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്ന ഫസ്റ്റ് മെസ്സേജ് enter 2 number എന്നാണ്. enter 2 numbers. അവിടെ എന്ത് എഴുതിയിരിക്കുന്നു അതുപോലെ എഴുതണം. enter 2 numbers. ഇങ്ങനെ ഒരു മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്പർ എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2, 3 ആണ് കൊടുക്കണേന്ന് വെച്ചോ. ഇത് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത്. ഇത് ഇന്റേണലിൽ നടക്കുന്നത്, രണ്ട് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പൊ എയിലും ബിയിലും നമ്പർ നമ്മൾ കൊടുത്തു 2ഉം 3ഉം. അപ്പൊ ഈ എയിൽ 2ഉം 3ലും ബിയിൽ 3ഉം വരും. ഇനി എന്ത് ചെയ്യും? S = A + B ചെയ്യും. എസിനുള്ളിൽ എയും ബിയും കൂടെ ആഡ് ചെയ്യും. എയും ബിയും 2 + 3 എത്രയാണ്? 5. അപ്പൊ ഇപ്പൊ എസിനുള്ളിൽ എന്തുണ്ട്? 5 ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യും? printf the sum is. അപ്പൊ അത് അതുപോലെ വരും. the sum is. എസിൽ എന്തുണ്ട് അതിവിടെ പ്രിന്റ് ആവും. എസിൽ ഇപ്പൊ എന്താണുള്ളത്? 5, അതിവിടെ പ്രിന്റ് ആവും. റിട്ടേൺ 0 പുറത്തിറങ്ങി. അപ്പൊ ഇതായിരിക്കും പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഡിഫറൻസ് ആയിരുന്നെങ്കിലോ മൈനസ് ചെയ്ത വാല്യൂ വന്നേനെ. പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ ഇൻറ്റു ചെയ്ത വാല്യൂ, ഡിവൈഡ് ആണെങ്കിൽ കോഷ്യന്റ് വന്നേനെ. ഇത്രയും അപ്പൊ 4 സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നോക്കി കഴിഞ്ഞു. ഫസ്റ്റ് നമ്മളൊരു പ്രിന്റ് സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് നോക്കി. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് C ലാംഗ്വേജിൽ വരുന്ന പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് C പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് സ്ട്രക്ചറും അത് വെച്ചിട്ടൊരു 4-5 പ്രോഗ്രാംസുമാണ് നോക്കിയത്. ബേസിക് സ്ട്രക്ചർ ഓഫ് C പ്രോഗ്രാമിങ്ങിൽ ഡോക്യുമെന്റേഷൻ സെക്ഷനാണ് കമന്റിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹെഡർ ഫയലൊക്കെ എഴുതുന്ന സെക്ഷൻ നമ്മൾ നോക്കി, പ്രീ പ്രോസസ് ഡയറക്റ്റീവിന്റെ. അതുപോലെ ബോഡിയും നമ്മൾ പഠിച്ചു എങ്ങനെ എഴുതണം എന്നുള്ളത്. 2 മെയിൻ എക്സാമ്പിൾസ് നോക്കി.
വെൽക്കം ടു സി എന്നൊരു പ്രോഗ്രാം ഒരു ലൈൻ പ്രിന്റ് ചെയ്യാനും അതുപോലെ 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമും അതിൽ തന്നെ ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എങ്ങനെ മാറ്റണം എന്നുള്ളതും പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിങ്ങും അതിൻ്റെ 4-5 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഈ സെക്ഷനിലോ പ്രീവിയസ് വീഡിയോസിലോ ഉള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മെയിൽ ID ചോദിക്കാവുന്നതാണ് ഡൗട്ട്സ് എല്ലാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താലും മതി. താങ്ക് യു.